നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ദൃശ്യങ്ങളും ഓഡിയോ ദൃശ്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നത് പണത്തിന് വേണ്ടി മാത്രമല്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും ഓർക്കേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പണമല്ല അതിന്റെ ലക്ഷ്യം. ഞാനിവിടെ ജീവിക്കുകയാണ്. ജീവിക്കുമ്പോൾ ഓരോ കളികളും കളിക്കുന്നു. ഓരോന്നിലേക്കും ഇറങ്ങിച്ചെന്ന് അതെന്താണെന്ന് മനസ്സിലാക്കുന്നു. അത്രമാത്രമേ ഉള്ളൂ. വസ്ത്രങ്ങൾ അതെന്താണ്, അതുകൊണ്ടുള്ള പ്രയോജനം, ഗുണം, അത് രസകരമായ കളി. പണം എന്താണ്, അതുകൊണ്ടുള്ള ഗുണം, അത് രസകരമായ കളിയായി ഞാൻ എടുക്കുന്നു. ആത്മാവ്, ശരീരം, പിന്നെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും, അവയോടൊക്കെ ഞാൻ കാര്യം പറയുന്നു. പണത്തിനോട് ഞാൻ കാര്യം പറയുന്നു. പിന്നെ മനുഷ്യൻ എന്താണ്, ഈശ്വരൻ എന്താണ്, മൃഗങ്ങൾ, പക്ഷികൾ, ഭൂമി, മേഘങ്ങൾ, ദീപം, അങ്ങനെ ഓരോന്നും. എന്തിനേറെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളോട്, ഒരു രോമങ്ങളോട് പോലും ഞാൻ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ പോലും അറിയാതെ എൻ്റെ ഉൾക്കാഴ്ചകളും കാഴ്ചപ്പാടുകളും എന്നെ അവിടേക്ക് നയിക്കുമ്പോൾ അതറിയുവാനും ഒക്കെയുള്ള ജിജ്ഞാസ എന്നിൽ ഉണ്ടായിരുന്നു. ആ ജിജ്ഞാസയൊന്നും ഇപ്പോൾ എന്നിലില്ല. എല്ലാം പരിപൂർണമായി പോയിട്ടുണ്ടു എന്നുണ്ടെങ്കിലും ഇല്ല, കാലചക്രം പോലെ അത് വീണ്ടും ഞാനിങ്ങനെ കണ്ട് രസിക്കുകയാണെല്ലാം. അത്രമാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ഒരു ഉൾപ്പിറവി ഉള്ളിൽ വന്നു. അപ്പോൾ പണ്ട് ഞാൻ ജോലിക്ക് പോയിരുന്നു, പണം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ എന്തിനായിരുന്നു, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്തിനായിരുന്നു, എന്തിനു വേണ്ടിയാണ് പണം, എന്തിനു വേണ്ടിയാണ് ഞാൻ ഒരുങ്ങുന്നത്, എന്തിനു വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്, അതൊക്കെയും ഞാൻ ഇപ്പോഴിരുന്ന് ഓർമ്മകളായി ഉറക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ ഓർമ്മകളും ഒക്കെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ പകർത്തി വെക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിലല്ല, ഇവിടെ ഞാൻ ഇങ്ങനെ പകർത്തി വെക്കുകയാണ് ഓർമ്മകൾ. ഞാനത് നിങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാല്, അതുപോലെ തന്നെ നമ്മുടെ ശ്വാസം, സംസാരം, എഴുത്തുകൾ, അവയൊക്കെ തന്നെ എന്താണെന്ന് മനസ്സിലാക്കി, അതുപോലെ സ്വരം, നോട്ടം, പറച്ചിലുകൾ, ആംഗ്യങ്ങൾ, അതായത് ആംഗ്യഭാഷ, അതായത് സംസാരിക്കാൻ കഴിയാതെ ഒരാൾക്ക് വരുമ്പോൾ ആളോട് എങ്ങനെ സംസാരിക്കണം, അതൊക്കെ തന്നെ. കണ്ണ് കാണാത്തവർ, കണ്ണ് തുറന്നവർ, ചെവി കേൾക്കാത്തവർ, ചെവി തുറന്നവർ, സംസാരിക്കുന്നവർ, സംസാരിക്കാത്തവർ, അവരോടൊക്കെ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ അവരോടൊക്കെ എങ്ങനെ ആണ്, അവരോടൊപ്പം ഒക്കെ എങ്ങനെ ജീവിക്കണം എന്നൊക്കെ നേരത്തെ എനിക്കൊരു കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ആ കാഴ്ചപ്പാടുകൾ മാറിയപ്പോൾ ഞാൻ എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറുന്നവളായി തീർന്നു. നേരത്തെ
കണ്ണ് കാണാത്തവരോട് എന്റെ ഉള്ളിൽ ദയവുണ്ടായിരുന്നു, ചെവി കേൾക്കാത്തവരോട് ദയവുണ്ടായിരുന്നു, സംസാരിക്കാത്തവരോട് ദയവുണ്ടായിരുന്നു. കാരണം അത് വെറും ദയവും കാരുണ്യവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. എനിക്ക് അവരെയൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് എത്തിപ്പെട്ടു. ആരാണ് അങ്ങനെ ഉള്ളവർ, ആരാണ് അപ്രകാരമുള്ളവർ എനിക്കതുപോലെ അറിയാൻ കഴിയാത്ത ഒരാളായിട്ട് ഞാന് മാറി, ഞാൻ പോലും അറിയാതെ. അപ്പോ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ അഭിനയമായിരുന്നുവോ എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇപ്പോഴാണ് ഞാൻ ജീവിച്ചു തുടങ്ങുന്നത്. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ചാല്, പലരുടെയും വാട്സപ്പിലേക്ക് ഞാന് എന്റെ ഇതുപോലെയുള്ള ചില വോയിസ് സന്ദേശങ്ങളും എഴുത്തുകളൊക്കെ ഇടുമ്പോൾ അവരുടെ കാഴ്ചപ്പാടില് ഞാൻ ഒരു പണത്തിനോട് ആവേശമുള്ള ആളോ ആക്രാന്തമുള്ള ആളോ എന്നൊക്കെയാണ് അവര് കരുതുന്നത്. പക്ഷെ ഒരിക്കലുമല്ല. ഇത് ഞാനിവിടെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു കളിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പണത്തോട് മാത്രമല്ല. ഞാൻ ശില്പങ്ങൾ വരയ്ക്കുന്നത്, ശില്പങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോഴെന്റെ ഉത്ബോധം മുഴുവൻ അതിലേക്കായിരിക്കും. ചിത്രം വരയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ മുഴുവൻ സമയം അതിലേക്കായിരിക്കും. പാട്ട് പാടുന്നത്, അപ്പോൾ മുഴുവൻ സമയം അതിലേക്കായിരിക്കും. എന്റെ മുടിയെക്കുറിച്ച് നോക്കുമ്പോൾ മുഴുവൻ അതിലേക്ക്. എന്റെ കണ്ണുകളെ കുറിച്ച് പറയുമ്പോൾ മുഴുവൻ അതിലേക്ക്. എന്റെ പല്ലുകളെ കുറിച്ച് പറയുമ്പോൾ മുഴുവൻ ശ്രദ്ധയും അതിലേക്ക്. ഇപ്പോൾ എന്റെ ശ്രദ്ധ പണത്തിലേക്ക്. അപ്പോൾ മുഴുവൻ ശ്രദ്ധയും ഒരു രസകരമായ കളിയുമായിട്ടാണ് ഞാൻ അത് എടുത്തിരിക്കുന്നത്. അല്ലാതെ അതിൽ ആവേശമോ ആക്രാന്തമോ ഒന്നുമില്ല. നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യം മാത്രമല്ല. പലരും എന്റെ അരികിൽ പണമില്ല, ദാരിദ്ര്യ അവസ്ഥയിലാണ്, എങ്ങനെയാ ജോലിയില്ല, വേലയില്ല, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയും വന്ന് പറയുമ്പോൾ അവരെ കൈപിടിച്ചുയർത്തുവാനുള്ള ഒന്നാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അത് ഞാനുമായിട്ട് കൂട്ടുകൂടുന്ന വാട്സപ്പിൽ ഇപ്പൊ നേരിട്ട് ചിലപ്പോ വരാൻ പറ്റാത്തവര് ഉണ്ടാവും, ദൂരെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലുള്ളവര്, ഇന്ത്യ വിട്ടുള്ളവരെയൊക്കെ വാട്സപ്പിൽ വന്ന് സംസാരിക്കാറുണ്ട്. അപ്പോ അവരുടെ കഷ്ടപ്പാടുകൾ, അവർ ഇന്ത്യക്ക് വെളിയിൽ ചെന്ന് നന്നായിട്ട് കിടന്ന് കഷ്ടപ്പെടുകയാണ്, ജോലി എടുക്കുകയാണ് എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. അതൊക്കെ നോക്കിയപ്പോ എനിക്ക് തോന്നി, ഇങ്ങനൊരു കളി കളിച്ചാൽ എന്താണ്, രസമായിരിക്കില്ലേ എന്ന്. അപ്പോൾ അത് മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഭ്രാന്തൻ ചിന്തകളാണ് എന്നോടൊപ്പം കൂടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ബുദ്ധിയുള്ള ആളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കൂടെ കൂടുന്ന ആള് അല്ലെങ്കിൽ സംസാരിക്കുന്ന ആള് ഒരു ഭ്രാന്തൻ ചിന്തയുടെ ഉറവിടമാണ്. എന്നാൽ അത് ഭ്രാന്തല്ല. നിങ്ങളൊക്കെ പറയുന്ന ചില ഭ്രാന്തുകൾ അത് ഭ്രാന്തല്ല, യാഥാർത്ഥ്യം തന്നെയാണ്. നിങ്ങൾ മനുഷ്യന്റെ ലോകത്തിരിക്കുമ്പോൾ പരിമിതമായ ആ ലോകം മാത്രമാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ഉൾക്കാഴ്ചയെ കാണുന്നില്ല. പലരും എന്നോട് പറയും, ഞാൻ എന്നെ തിരിച്ചറിഞ്ഞു ഞാൻ എന്നെ തിരിച്ചറിഞ്ഞ ഒരാളാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരിക്കലും അവരാരും അവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയും. തിരിച്ചറിഞ്ഞവരാണെങ്കിൽ ഇങ്ങനെയൊന്നും എന്നോട് പറയില്ല. കാരണം അവർക്കറിയാം, ഇവിടെ മനുഷ്യൻ ജീവിച്ച് മരണം വരെ അവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയൊക്കെ കടന്നു പോകും. അവരുടെ ചിന്തകൾ നശിക്കില്ല എന്ന് അവർക്ക് അറിയാൻ കഴിയും.
അങ്ങനെ ഒരാള് ഒരിക്കലും എന്നോട് ഇങ്ങനെയൊന്നും പറയില്ല. മാത്രമല്ല, എന്നേക്കാൾ വലിയ ബുദ്ധി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ബുദ്ധി നിങ്ങൾ പ്രയോഗിക്കാൻ സന്നദ്ധരാവുക. നിങ്ങളുടെ മുന്നിൽ നടക്കുന്ന ഞാനെന്നാളോ നാഗസൈരന്ധ്രി എന്നാളോ, അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നിൽ നടക്കുന്ന ഏറ്റവും പിന്നിൽ നടക്കുന്ന നാഗസൈരന്ധ്രി എന്നാളോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും മുന്നിൽ നടക്കുന്ന നാഗസൈരന്ധ്രി എന്നാളോ അപ്പപ്പോൾ തോന്നുന്ന കാഴ്ചപ്പാടുകളും അപ്പപ്പോൾ തോന്നുന്ന രീതികളുമായിട്ട് ജീവിച്ചു പോകുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നിങ്ങളൊക്കെ തന്നെയും. ഞാനിത് എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ വാട്സപ്പിലേക്ക് പോയപ്പോ പലരുടെയും എഴുത്തുകൾ കണ്ടു, വോയിസ് മെസ്സേജുകൾ കണ്ടു. അതിലൊക്കെ ഒരാള് ഒരു നീണ്ട എഴുത്തെഴുതിയിട്ടേക്കുന്നു. മറ്റൊരാള് പറയുന്നു, നാഗ ഞാനൊരു 100 അയച്ചു. എന്നാണ് അയച്ചെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ നാഗ ഇങ്ങോട്ട് എനിക്ക് അതിൽ കുറച്ചയച്ചു. പിന്നെ ഞാൻ വീണ്ടും അയച്ചു. പിന്നെ നാഗ എനിക്ക് അതിൽ കൂടുതൽ അയച്ചു എന്ന്. ഈ അയപ്പല്ല ഇതിൽ ഉദ്ദേശം. ഇത് രസകരമായിട്ട് കളി. ഇതിൽ നമ്മൾ ലാഭമോ നഷ്ടമോ ഒന്നും നോക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഈ കളിയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ വിട്ടുപോകാം. അല്ലാതെ ഞാൻ പൈസയ്ക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ് ഇത് ഈ കളി എന്നൊരിക്കലും കരുതരുത്. പലരും പറഞ്ഞ് എന്റെ വരുമാനത്തിൽ നിന്നും കിട്ടുന്നതിൽ ഞാൻ സംതൃപ്തിയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. കാരണം ഞാൻ ഇതിൽ താല്പര്യമില്ലാത്തവരെയും പിടിച്ച് ഇങ്ങോട്ട് ഇടും പോലെ എനിക്ക് തോന്നി. എന്റെ കളിയിൽ ഉൾപ്പെടുത്തുന്നത് പോലെ തോന്നി. അങ്ങനെയല്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ വാട്സപ്പിലേക്ക് എന്നോട് സംസാരിക്കാൻ വന്ന ഓരോരുത്തർക്കും ഞാനിത് അയച്ചു കൊടുക്കും മാത്രമാണ് ചെയ്യുന്നത്. എന്നിലൊരു കലാകാരിയുണ്ട്, ഒരു എഴുത്തുകാരിയുണ്ട്, ഒരു പ്രഭാഷകയുണ്ട്. ആ പ്രഭാഷകത്തെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരിക മാത്രമാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം വരുന്ന എല്ലാ കളികളും നിങ്ങൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം, വേണ്ടെങ്കിൽ പങ്കെടുക്കണ്ട. പിന്നെ ഇന്നലത്തെ ആ മെസ്സേജ്, അതായത് ഞാൻ എത്ര രൂപയാണോ നിങ്ങൾക്ക് തരുന്നത് ആ തുകയുടെ ഒപ്പം തിരിച്ച് 1 രൂപ കൂടി ചേർത്ത് നിങ്ങൾക്ക് തോന്നുന്ന നിമിഷം നിങ്ങൾ എനിക്ക് നൽകുക. 10 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ പക്കൽ നല്ലൊരു തുക വന്നു ചേരും. ജോലി, അതായത് മറ്റെന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നവർ ആണെങ്കിൽ 1 മാസം ആ തുക എത്തുന്നത് വരെ നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരില്ല. ഭേദപ്പെട്ട ഒരു ശമ്പളം നിങ്ങളുടെ കയ്യിൽ എന്നിൽ നിന്നും എത്തപ്പെടും. ഞാൻ എന്റെ ബുദ്ധിയിലൂടെ, ചിന്തയിലൂടെ നിങ്ങളിൽ എത്തിച്ച ശമ്പളം എന്റെ ദിവ്യ ബാങ്ക്, ഇന്റർനാഷണൽ ബെസ്റ്റ് ബാങ്ക് എന്ന ബാങ്കിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് തരുന്ന ശമ്പളം ഗുരുനാഗ സൈരന്ധ്രി ദേവി എന്ന് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പലരും അത് തെറ്റിദ്ധരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അപ്പോൾ അവർക്ക് തോന്നിയ കാര്യം അവർ എഴുതി വെച്ചു എന്ന് തോന്നുന്നു. ഇതിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എത്ര രൂപയാണോ നിങ്ങൾക്ക് തരുന്നത് ആ തുകയുടെ ഒപ്പം തിരിച്ച് 1 രൂപ കൂട്ടിച്ചേർത്ത് 1 രൂപ കൂടി ചേർത്ത് നിങ്ങൾക്ക് തോന്നുന്ന നിമിഷം, ആ തോന്നുന്ന നിമിഷം എപ്പോഴാണ്? ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നാം, അല്ലേ? ആ 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ, ഞാൻ ചിലപ്പോൾ 2 ദിവസം അയക്കുകയാണെങ്കിൽ, ഒരു ഉദാഹരണം, ഞാൻ നിങ്ങൾക്കൊരു 100 രൂപ അയച്ചു. പിന്നീട് ഞാൻ നിങ്ങൾക്കൊരു 200 രൂപ അയച്ചെന്ന് കരുതുക. അല്ലെങ്കിൽ ഈ 100-നോ 200-നോ ഏറ്റവും താഴെയുള്ള സംഖ്യയാണെന്നും കരുതുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2 ദിവസം കഴിയുമ്പോൾ ആ 100-ന്റെ കൂടെ 1 രൂപ വേണമെങ്കിൽ എനിക്ക് കൂട്ടിത്തരാം. അല്ലെങ്കിൽ 200-ന്റെ കൂടെ 201 രൂപയാക്കി എനിക്ക് തരാം. 100-ന്റെ കൂടെ 1 രൂപ കൂട്ടി 101 രൂപയാക്കി നിങ്ങൾക്ക് തരാം. അല്ലെങ്കിൽ 200-ന്റെ കൂടെ 1 രൂപ ചേർത്ത് 201 രൂപയാക്കി തരാം. ഇതിൽ 2 ഏത് വേണമെന്നുള്ളത് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. മനസ്സിലായോ?
100ന്റെ കൂടെ 101 രൂപ ഇടണോ, 200ന്റെ കൂടെ 201 രൂപ ഇടണോ എന്നുള്ളത് നിങ്ങളുടെ പിന്നെ ബുദ്ധിയാണ്. കാരണം അത് വെച്ച് ചിലവാക്കണം. രസകരമായ കളിയിലൂടെയും കൊണ്ടുപോകണമെങ്കിൽ ബുദ്ധി പ്രയോഗിക്കണം. ചിലരെന്ത് ചെയ്യും? 2-3 ദിവസം കഴിയുന്നന്നെ ചിലര് ബുദ്ധി പ്രയോഗിക്കുന്നവരാണെങ്കിൽ 101 രൂപ അയച്ചിടും. അപ്പോഴേ പിന്നെ 200 രൂപ അവരുടെ കയ്യിലില്ലേ? 10 ദിവസം കഴിയുമ്പോൾ നല്ലൊരു തുകയാകൂലേ? ഇനിയിപ്പോ ഞാൻ 10, 20, 30, 40 എത്ര തന്നാലും ഒരു കുഞ്ഞൊരു തുക നിങ്ങളുടെ കയ്യിൽ വന്നെത്തില്ലേ? 2 ദിവസമൊക്കെ കഴിയുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ തരുമ്പോഴൊക്കെ 10 ദിവസം കഴിയുമ്പോൾ ഒരു കുഞ്ഞു തുക വന്നെത്തില്ലേ? അത് നിങ്ങളുടെ ഓരോരുത്തരുടെ മിടുക്കല്ല, ബുദ്ധിയാണ്, കഴിവാണ്. ഇത് രസകരമായ ഒരു കളിയായിട്ട് കാണുക, എടുക്കുക, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണിത്. വളരെ രസകരവും സിമ്പിളായിട്ടുള്ളൊരു കളിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുകയുടെ കൂടെ 1 രൂപ കൂട്ടിത്തരാം. അത്രയേ ഉള്ളൂ. ഒരിക്കൽ കൂടി കരുതുക, ഇത് ഞാനിങ്ങനെ തരുന്നു നിങ്ങൾക്ക്. ഇങ്ങനെ ഞാനിനി നിങ്ങളുടെ ആരുടെയും പിന്നെ വാട്സപ്പിലേക്ക് ഇനി ഇങ്ങനെ മെസ്സേജുകൾ പാസ് ചെയ്യില്ല. കാരണം നിങ്ങളെല്ലാരും എന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നാൽ എല്ലാവരും ഇല്ല, ഒരു 2-3 പേരെങ്കിലും, ഒരു 3-4-5 പേരെങ്കിലും. എന്നാൽ മറ്റുള്ളവർ വളരെ ആവേശഭരിതരാണ്. പിന്നെ എന്തായി ഞാൻ പറയാ, ഇനി ഞാന് എന്റെ ചാനലുകളില് നിങ്ങൾക്ക് അങ്ങോട്ട് സെൻഡ് ചെയ്തു തരില്ല. പകരം നിങ്ങൾ എന്റെ ചാനലുകള് എടുത്തു നോക്കിക്കോളൂ. ഞാൻ അവിടെ ഇടുന്ന വീഡിയോ, സംഭാഷണങ്ങളും ദൃശ്യങ്ങളും ഒക്കെ എടുത്തു നോക്കിയാൽ മതി കേട്ടോ. നമുക്കപ്പോ ഈ കളി തുടർന്നുകൊണ്ട് പോകാം. പക്ഷെ ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് പാസ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പിൽ വന്ന് സംസാരിച്ചോളൂ. അപ്പോൾ മാത്രം ഞാൻ നിങ്ങളോട് സംസാരിക്കാനിരിക്കാം കേട്ടോ. വാട്സപ്പിലേക്ക് വരുമ്പോൾ മാത്രമേ ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഉണ്ടാവുകയുള്ളൂ, ഓരോരുത്തരോടും. അല്ലാത്ത പക്ഷം എന്റെ യൂട്യൂബ് ചാനലുകൾ മാത്രം കാണുക, കേൾക്കുക. കളികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ പോകാം. ഓക്കെ, നന്ദി, നമസ്കാരം.